الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالوا يا ذا القرنين إن يأجوج ومأجوج مفسدون في الأرض فهل نجعل لك خرجا على أن تجعل بيننا وبينهم سدا ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടും അനന്തരം നിങ്ങളോടും ആദ്യമായി ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അന്ത്യദിനത്തിൻ്റെ വിവിധ അടയാളങ്ങളുമായി ബന്ധപ്പെട്ടാണ് നാം സംസാരിച്ചു കൊണ്ടിരുന്നത്. ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാമയുടെ പുനരാഗമനം, അതുപോലെ തന്നെ ഇമാം മഹ്ദിയുടെ ആഗമനം എന്നിവയെല്ലാം ഈ ഒരു തലത്തിൽ നാം വിശദീകരിച്ചു. ലോകം കൂടുതൽ അക്രമങ്ങളിലേക്കും ഇരുട്ടിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങൾ നാം കൂടുതൽ പുനർവിചിന്തനം ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിലുപരിയായി കഴിഞ്ഞയാഴ്ച നാം സൂചിപ്പിച്ചതുപോലെ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ടുന്ന അറിവാണ് അന്ത്യദിനവുമായി ബന്ധപ്പെട്ട അറിവുകൾ എന്ന് പറയുന്നത്. വിശേഷിച്ചും അതിൻ്റെ അടയാളങ്ങൾ, അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരൻ യഅ്ജൂജ് മഅ്ജൂജുമായി ബന്ധപ്പെട്ട് അറിയാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലും യഅ്ജൂജ് മഅ്ജൂജ് പുറപ്പെടുക എന്നത് അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങളിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ് എന്ന ഒരു തലത്തിലും അതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകാനാണ് ഇന്നത്തെ ഖുത്ബ പ്രയോജനപ്പെടുത്തുന്നത്. അന്ത്യദിനത്തോട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആശയതലത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണം ദജ്ജാലിന്റെ ഫിത്നയായിരിക്കും. എന്നാൽ ഭൗതിക തലത്തിലുള്ള ഏറ്റവും വലിയ നാശം യഅ്ജൂജ് മഅ്ജൂജിന്റെ പുറപ്പാടായിരിക്കും എന്ന് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. യഅ്ജൂജ് മഅ്ജൂജിന്റെ പുറപ്പാടുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിലുണ്ട്, സ്വഹീഹായ ഹദീസുകളിലും ധാരാളമായിട്ട് പരാമർശം നൽകപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് വിശദീകരണം നൽകപ്പെട്ടിട്ടുണ്ട്. പക്ഷേ വിശദീകരണം പരമാവധി ചുരുക്കി പറയാനാണ് ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നത്. കാരണം ഒരു ഖുത്ബയിൽ ഇതടങ്ങണമെങ്കിൽ അത് ചുരുക്കി പറയേണ്ടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എപ്പോഴാണ് അന്ത്യദിനം എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യദിനത്തിന്റെ 10 അടയാളങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
ആ അടയാളങ്ങളിൽ ഒന്നായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത് യജൂജ് മജൂജിന്റെ പുറപ്പെടലായിരുന്നു. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. സഹോദരങ്ങളെ, ആരാണ് യജൂജ് മജൂജ്? ധാരാളമായി നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് യജൂജ് മജൂജിന്റെ പുറപ്പാട്. പക്ഷെ ആരാണത്, എന്താണത്, അതുമായി ബന്ധപ്പെട്ട് അറിയാത്തവരാണ് അധിക ആളുകളും. പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കണം, തലമുറകളിലേക്ക് അത്തരം അറിവുകൾ നാം കൈമാറ്റം ചെയ്യപ്പെടുകയും വേണം. അന്ത്യദിനത്തോടനുബന്ധിച്ചുകൊണ്ട് ഒരു ജനത മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അലാമാത്തുകൾ അവരെ കാണുന്നുണ്ട്. പക്ഷേ കാണുന്നത് അന്ത്യദിനത്തിന്റെ അടയാളങ്ങളാണെന്നുള്ള തിരിച്ചറിവില്ലാതെ പോയാൽ അത് വല്ലാത്തൊരു അജ്ഞതയായിരിക്കും. ആ അജ്ഞത അന്ത്യദിനത്തിന്റെ അടയാളമായ യജൂജ് മജൂജ് പോലുള്ള ഫിത്നകളിൽ നിന്ന് ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് അയാളെ നയിക്കും. അതുകൊണ്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, ആരാണിത്? ആരാണ് യജൂജ് മജൂജ്? നൂഹ് നബി അലൈഹിസ്സലാമയുടെ മകനായ യാദേസിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് യജൂജ് മജൂജ് എന്ന കാര്യത്തിൽ ഖുർആൻ വ്യാഖ്യാതാക്കളും ചരിത്രകാരന്മാരും ഒരേ അഭിപ്രായമുള്ളവരാണ്. അവര് മനുഷ്യരാണ്. യജൂജ് മജൂജ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ എന്തോ ഒരു പ്രത്യേക ജീവജാലങ്ങൾ, അതല്ലെങ്കിൽ മൃഗങ്ങൾ എന്നൊക്കെ ധരിച്ചു പോകും. അങ്ങനെയല്ല. യജൂജ് മജൂജ് അവര് മനുഷ്യരാണ്. ധാരാളം അക്രമങ്ങൾ ചരിത്രത്തിൽ അവർ വിതച്ചത് കാരണം നരകശിക്ഷ അനുഭവിക്കുന്ന ആളുകളിൽ വലിയൊരു വിഭാഗം യജൂജ് മജൂജ് സംഘമായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അബ്ശിറൂ ഫഇന്ന മിൻകും റജുലുൻ വമിൻ യജൂജ വമജൂജ അൽഫുൻ. നിങ്ങൾക്കും സന്തോഷിക്കാൻ വകയുണ്ട്. കാരണം യജൂജ് മജൂജിൽ നിന്ന് 1000 ആളുകൾ നരകത്തിൽ കടക്കുമ്പോൾ നിങ്ങളിൽ ഒരാളാണ് നരകത്തിൽ കടക്കുന്നത്. അതിന്റെ അനുപാതമാണ് 1:1000. അവരിൽ 1000 ആളുകൾ നരകത്തിൽ പ്രവേശിക്കപ്പെടുമ്പോൾ നിങ്ങളിൽ ഒരാൾ മാത്രമായിരിക്കും നരകത്തിൽ പ്രവേശിക്കപ്പെടുക, മനുഷ്യരിൽ. അതല്ലാതെ യജൂജ് മജൂജ് അല്ലാത്ത മനുഷ്യരിൽ ആരും നരകത്തിൽ കടക്കില്ല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷേ നരകത്തിൽ പ്രവേശിക്കപ്പെടുന്നവരുടെ അനുപാതം വെച്ച് നോക്കുമ്പോൾ യജൂജ് മജൂജ് വളരെ മുൻപന്തിയിലാണ്. കാരണം ഭൂമിയിൽ അത്രമാത്രം വലിയ അക്രമങ്ങൾ അവർ വിതച്ചിട്ടുണ്ട്, അരാജകത്വം അവർ വിതച്ചിട്ടുണ്ട്. ഭൂമിയിൽ അവരിങ്ങനെ അക്രമങ്ങൾ വിതച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടം, ആ ഘട്ടത്തിലായിരുന്നു ചരിത്രത്തിലെ വലിയൊരു മഹാൻ ദുൽഖർനൈൻ എന്നാണ് ആ മഹാന്റെ പേര്. ദുൽഖർനൈൻ ആരാണ് എന്ന് ചോദിച്ചാൽ അതിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള വിശദീകരണങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഒരു രാജാവായിരുന്നു. അദ്ദേഹം ലോക സഞ്ചാരിയായിട്ടുള്ള ഒരു ചക്രവർത്തിയായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു പ്രദേശത്തെത്തുമ്പോ, ഒരു നാട്ടിലെത്തുമ്പോ ആ നാട്ടുകാർ യജൂജ് മജൂജിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ചെയ്തു തരണം എന്ന് ദുൽഖർനൈൻ എന്ന് പറയുന്ന ഭരണാധികാരിയോട് പറയുന്നുണ്ട്. കഥയല്ല, ഇതൊക്കെ ഖുർആനിലുള്ളതാണ്. വെള്ളിയാഴ്ച നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫിൽ ഇതിന്റെ വിശദീകരണം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങളെ, ക്രിസ്തുവിന് 500 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണിതെന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ ബഹുഭൂരിപക്ഷം ആളുകളും പറയുന്നത്. അങ്ങനെ യജൂജ് മജൂജിന്റെ ഷർറിൽ നിന്ന് രക്ഷപ്പെടാൻ ദുൽഖർനൈൻ ഒരു പ്രദേശത്തെത്തുമ്പോൾ ആളുകൾ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച ഖുർആനിലെ വചനം. ഖാലൂ യാ ദുൽഖർനൈൻ ഇന്ന യജൂജ വമജൂജ മുഫ്സിദൂന ഫിൽ അർദ്. അവര് പറഞ്ഞു, ദുൽഖർനൈൻ, നിശ്ചയം യജൂജ് മജൂജ് ഭൂമിയിൽ വലിയ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫഹൽ നജ്അലു ലക ഖറജൻ അലാ അൻ തജ്അല ബൈനനാ വബൈനഹും സദ്ദാ. നീ ഞങ്ങൾക്കും അവർക്കും ഇടയിൽ
ഒരു വലിയ അണ കെട്ടിക്കഴിഞ്ഞാൽ, ഒരു വലിയ മതിൽ കെട്ടുണ്ടാക്കി കഴിഞ്ഞാൽ താങ്കൾക്ക് ഞങ്ങൾ ചുങ്കം തന്നോളാം, നികുതി തന്നോളാം, അതിന് പ്രത്യേകമായ ഫണ്ട് തന്നെ ഞങ്ങൾ താങ്കൾക്ക് നൽകിക്കോളാം. താങ്കൾ എന്ത് ചെയ്യണം? ഈ യജൂജ് മഅജൂജിനും ഞങ്ങൾക്കും ഇടയിൽ ഒരു ഭിത്തി ഉണ്ടാക്കി തരണം, ശക്തമായൊരു ഭിത്തി. പിന്നീട് ഒരിക്കലും അവർ ഞങ്ങൾ ആക്രമിക്കില്ല, ആ രീതിയിലുള്ള ഒരു പ്രതിരോധ മതിൽ ഉണ്ടാക്കി തന്നാൽ ഞങ്ങൾ താങ്കൾക്ക് നികുതി തരാം എന്നാണ് ദുൽഖർനൈനിയോട് ആ പ്രദേശത്തുകാർ ആവശ്യപ്പെടുന്നത്. യജൂജ് മഅജൂജ് വർഗ്ഗക്കാർ ഇവിടേക്ക് കടന്നു വന്ന് കൊള്ളയും കവർച്ചയും നടത്തുകയും കുട്ടികളെ തട്ടിക്കൊണ്ടു പോവുകയും ജനങ്ങളിൽ ഭീതി പടർത്തുകയും ചെയ്യുന്നു. ഇനിയും അവർ ഞങ്ങളെ കടന്നാക്രമിക്കാതിരിക്കാൻ അവർക്കും ഞങ്ങൾക്കുമിടയിൽ ഒരു വൻമതിൽ നിർമ്മിച്ചു തരണമെന്ന് ദുൽഖർനൈനിയോട് ഒരു നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. അത് ഖുർആൻ പറഞ്ഞതാണ്. ആ നാട് ഏതാണെന്ന് ഖുർആനിൽ വ്യക്തമല്ല. പക്ഷേ കിഴക്ക് പടിഞ്ഞാറൻ രാജ്യങ്ങളിലൂടെയുള്ള ദുൽഖർനൈനിയുടെ സഞ്ചാര യാത്രകളിൽ വെച്ചാണ് ഈ ആവശ്യം ഉയർന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ ദുൽഖർനൈൻ അവരെങ്ങനെ ഞങ്ങൾ വലിയ ഫണ്ട് തന്നോളാം, ഞങ്ങൾ നികുതി തന്നോളാം എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഒരു മഹാനാണ്. അദ്ദേഹം വേറെ വഴിക്കാണ് ചിന്തിച്ചത്. അല്ലാഹു തആല എന്നെ സാമ്പത്തികമായി വല്ലാതെ സഹായിച്ചിട്ടുണ്ട്, ഞാനൊരു ചക്രവർത്തിയാണ്, ഭരണാധികാരിയാണ്, എനിക്ക് ഇവരുടെ പണമൊന്നും ആവശ്യമില്ല. ഇവരെ യജൂജ് മഅജൂജിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ അത് ഞാൻ ചെയ്യുന്ന വലിയൊരു നല്ല കാര്യമായിരിക്കുമല്ലോ എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. അതുകൊണ്ട് അദ്ദേഹം അവരോട് സംവദിച്ചു, അവരോട് പറഞ്ഞു, പാലമാ മക്കന്നി ഫീഹി റബ്ബി ഖൈറുൻ ഫഈനൂനി ബിഖുവ്വത്തിൻ അജ്അൽ ബൈനകും വബൈനഹും റദ്മാ. പടച്ചതമ്പുരാൻ എനിക്ക് ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എനിക്ക് നൽകുന്നതിനേക്കാളൊക്കെ എത്രയോ ഉത്തമമായതാണ് റബ്ബുൽ ഇസ്സത്ത് എനിക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് പണമൊന്നും തരണ്ട, നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം കൊണ്ട്, ശക്തി കൊണ്ട് എന്നെ സഹായിച്ചാൽ മതി. നിങ്ങൾ നിങ്ങളുടെ ശക്തി കൊണ്ട് എന്നെ സഹായിച്ചാൽ നിങ്ങൾക്കും യജൂജ് മഅജൂജിനും ഇടയിൽ ഞാൻ ബലവത്തായിട്ടുള്ള ഒരു മതിൽ നിർമ്മിച്ചു തരാം എന്നായിരുന്നു ദുൽഖർനൈൻ ഭരണാധികാരി പറഞ്ഞത്. അവര് ദുൽഖർനൈൻ ആവശ്യപ്പെട്ടതുപോലെ അദ്ദേഹത്തിന് ഇരുമ്പിന്റെ കട്ടികൾ കൊണ്ടുപോയി കൊടുത്തു, ഇരുമ്പിന്റെ വലിയ കട്ടികൾ കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് യജൂജ് മഅജൂജ് വിഭാഗക്കാർ ഇറങ്ങി വരാറുള്ള ആ രണ്ട് മലകൾക്കിടയിലുള്ള വിടവിൽ അവ നിരത്തിവെച്ചു. ഇരുമ്പിന്റെ വലിയ കട്ടികൾ കൊണ്ടുപോയി കൊടുത്തു. അവരും ദുൽഖർനൈനിയും ചേർന്നുകൊണ്ട് യജൂജ് മഅജൂജ് വരാറുള്ള ആ മലയുടെ ഇടുക്കിൽ അതൊരു ഭിത്തിയായിട്ട് അങ്ങനെ ഉയർത്തിവെച്ചു എന്നുള്ളതാണ്. ആ ഇരുമ്പിന്റെ കട്ടികൾ നന്നായി പഴുത്തതിന് ശേഷം അതിലേക്ക് ഉരുകിയ ചെമ്പ് ഒഴിക്കുന്നതിനായി അത് കൊണ്ടുവരാനും അദ്ദേഹം അവരോട് പറഞ്ഞു. അങ്ങനെ യാതൊരു വിടവുമില്ലാത്ത വിധം ഉരുകിയ ചെമ്പ് ആ ഇരുമ്പിൻ കട്ടികളെ ഭദ്രമാക്കി. അങ്ങനെ യജൂജ് മഅജൂജിനെ തകർക്കാൻ കഴിയാത്ത വിധം ശക്തമായ ഒരു മതിൽക്കെട്ട് ദുൽഖർനൈൻ ആ ജനതയ്ക്ക് ഉണ്ടാക്കി കൊടുത്തു. ഇതെല്ലാം സൂറത്തുൽ കഹ്ഫിൽ പരാമർശിക്കുന്ന കാര്യങ്ങളാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ സഹായം കൊണ്ട് യജൂജ് മഅജൂജിന്റെ ശർറിൽ നിന്ന് ദുൽഖർനൈൻ എന്ന് പറയുന്ന ആ ചക്രവർത്തി ആ ജനതയെ രക്ഷിക്കുകയായിരുന്നു. വലിയൊരു മതിൽക്കെട്ടുണ്ടാക്കിക്കൊണ്ട്, പക്ഷേ ആ മതിൽക്കെട്ട് സ്ഥായിയായി അന്ത്യദിനം വരെ നിലനിൽക്കുന്ന ഒന്നാകില്ല എന്ന് ദുൽഖർനൈൻ അവരെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ പടച്ചതമ്പുരാൻ തന്നെ ഇത് തകരണം എന്ന് തീരുമാനിക്കും. അന്ന് ഈ മതിൽക്കെട്ട് തകർന്നു പോവുകയും യജൂജ് മഅജൂജ് അവരല്ലാത്ത ആളുകൾക്കിടയിൽ തിരമാലകൾക്ക് സമാനം കയറി വരികയും ചെയ്യും. യജൂജ് മഅജൂജ് എന്ന് പറഞ്ഞാൽ തന്നെ മൗജ് എന്ന പദത്തിൽ നിന്നാണ് അത് വരുന്നത്. മൗജ് മൗജ് എന്ന് പറഞ്ഞാൽ തിരമാല. തിരമാലകൾ പോലെ ആളുകളിലേക്ക് കയറി വരുന്ന ഉപദ്രവകാരികളായ സംഘം എന്നുള്ളതാണ്.
ഒരു ഘട്ടമാവുമ്പോ അവര് കേറി വരും. അവർ ഈ മതിൽക്കെട്ടിനെ തകർത്തുകൊണ്ട് തുരന്നുകൊണ്ട് അവരെ കേറി വരും എന്ന് ദുൽഖർനൈൻ അവരെ ഓർമ്മിപ്പിക്കുന്ന കാര്യവും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. സൂറത്തുൽ ഖഹ്ഫിൽ قال هذا رحمة من ربي فإذا جاء وعد ربي جعله دكا وكان وعد ربي حقا قال هذا رحمة من ربي. ഇപ്പോൾ നിങ്ങൾക്ക് ഞാനിതാ വലിയൊരു മതിൽക്കെട്ട് പടച്ചോന്റെ സഹായത്താൽ നിങ്ങളുടെ കൂടെ പിന്തുണയാൽ നമുക്ക് നിർമ്മിക്കാൻ സാധിച്ചിരിക്കുന്നു. അത് റബ്ബിന്റെ കാരുണ്യമാണ്. എന്നാൽ ഫൈദാ ജാഅ വഅദു റബ്ബി ജഅലഹു ദക്കാ, റബ്ബിന്റെ കാരുണ്യം, ആ റബ്ബിന്റെ കാരുണ്യം നിങ്ങൾ ഓർക്കണം. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചിന്തിക്കണം. ഫൈദാ ജാഅ വഅദു റബ്ബി ജഅലഹു ദക്കാ, എന്റെ രക്ഷിതാവിന്റെ വാഗ്ദാനം വന്നാൽ ഒരു ഘട്ടത്തിൽ റബ്ബ് തന്നെ തീരുമാനിക്കും, അത് തകർക്കണമെന്ന് തീരുമാനിക്കും. അന്നത് തകർന്നു പോവും. എന്റെ രക്ഷിതാവിന്റെ വാഗ്ദാനം വന്നാൽ ജഅലഹു ദക്കാ, അത് തകർന്ന് തരിപ്പണമാകും. വകാന വഅദു റബ്ബി ഹഖാ, എന്റെ രക്ഷിതാവിന്റെ വാഗ്ദാനം സത്യമാണ്. ദുൽഖർനൈൻ അവരോട് പറയാൻ, റബ്ബിന്റെ വാഗ്ദാനം അതിന്റെ അടിത്തറയിൽ ഒരു ഘട്ടത്തിൽ യഅ്ജൂജ് മഅ്ജൂജ് ഭിത്തി തകർത്തുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരും. അതെപ്പോഴാണ് സംഭവിക്കുക? അത് അന്ത്യദിനത്തോടനുബന്ധിച്ചാണ് സംഭവിക്കുക. അതും ഖുർആൻ തന്നെ പറഞ്ഞതാണ്. വതറക്നാ ബഅദഹും യൗമഇദിൻ യമൂജു ഫീ ബഅദ്, അന്നേരം ജനങ്ങളിൽ ചിലരിലേക്ക് തിരമാലകൾ പോലെ കയറി വരും, തിരമാലകൾ പോലെ ഇറങ്ങി വരും. ജനങ്ങളിൽ ചിലരിലേക്ക്, അതായത് യഅ്ജൂജ് മഅ്ജൂജ്, അവരല്ലാത്ത ആളുകളിലേക്ക് തിരമാലകൾ പോലെ ഇറങ്ങി വരും. ആ ഘട്ടത്തിൽ വനുഫിഖ ഫിസ്സൂരി ഫജമഅനാഹും ജംആ, കാഹളത്തിൽ ഊതാൻ അധിക കാലമൊന്നും ബാക്കിയുണ്ടാവില്ല. കാഹളത്തിൽ ഊതാൻ കാലം അടുത്തിരിക്കുന്ന ഒരു ഘട്ടമായിരിക്കും അത്. കാഹളത്തിൽ ഊതപ്പെടും. ഫജമഅനാഹും ജംആ, അല്ലാഹു തആല ആളുകളെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. അന്ത്യദിനത്തിന്റെ അടയാളമെന്നോണം യഅ്ജൂജ് മഅ്ജൂജ് പുറത്തോട്ട് വരും. ഖുർആൻ പറയാൻ, ഹത്താ ഇദാ ഫുതിഹത് യഅ്ജൂജ് വമഅ്ജൂജ് വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ, യഅ്ജൂജ് മഅ്ജൂജ് തുറന്നുവിടപ്പെട്ടാൽ അവരെല്ലാ കുന്നുകളിൽ നിന്നും കുതിച്ചിറങ്ങുന്നതാണ്. എല്ലാ മലനിരകളിൽ നിന്നും ആ സംഘം എങ്ങനെ കുതിച്ചിറങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. വഖതറബൽ വഅദുൽ ഹഖ് ഫൈദാ ഹിയ ശാഖിസത്തുൻ അബ്സ്വാറുൽ ലദീന കഫറൂ യാ വൈലനാ ഖദ് കുന്നാ ഫീ ഖഫ്ലത്തിൻ മിൻ ഹാദാ ബൽ കുന്നാ ളാലിമീൻ. അന്ന് നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ വാഗ്ദാനം അടുത്തിരിക്കുന്ന സന്ദർഭമാണത്. അന്ത്യദിനത്തോട് അടുത്തിരിക്കുന്ന സന്ദർഭമാണ്. വഖതറബൽ വഅദുൽ ഹഖ്, ശരിയായ വാഗ്ദാനം അടുത്തിരിക്കുന്നു. ഫൈദാ ഹിയ ശാഖിസത്തുൻ അബ്സ്വാറുൽ ലദീന കഫറൂ, അന്ന് നിഷേധികൾ അവരുടെ കണ്ണുകൾ എങ്ങനെ തുറിച്ചു നോക്കി തുറന്നു വെക്കപ്പെടുന്നതാണ്. യാ വൈലനാ ഖദ് കുന്നാ ഫീ ഖഫ്ലത്തിൻ മിൻ ഹാദാ ബൽ കുന്നാ ളാലിമീൻ. അവര് പറയാണ്, പടച്ചോനെ, ഞങ്ങൾ അശ്രദ്ധരിൽ പെട്ടവരായിരുന്നല്ലോ, അല്ലാഹുവേ ഞങ്ങൾ അക്രമികളിൽ പെട്ടവരായിരുന്നല്ലോ. ഇതൊക്കെ ഞങ്ങളൊരു കഥയുടെ രൂപത്തിൽ ഇങ്ങനെ കേട്ടുപോയതാണ്. പക്ഷെ ഇതിതാ ഇവിടെ സംഭവിക്കാൻ പോവുകയാണ്. അന്ത്യദിനത്തോടടുക്കുകയാണ്. ഇതാ യഅ്ജൂജ് മഅ്ജൂജ് മലകളിൽ നിന്നിതാ ഇറങ്ങി വരുന്നു, കുതിച്ചിറങ്ങി വരുന്നു. യഅ്ജൂജ് മഅ്ജൂജിന്റെ വമ്പിച്ച പുറപ്പാടിനെ കുറിച്ച്, അതിന് അന്ത്യനാളിന്റെ അടയാളമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ധാരാളമായി വിശദീകരിച്ചിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രവാചക വചനങ്ങളിലും ധാരാളം കാണാൻ കഴിയുന്നതാണ്. അവർ ഇറങ്ങി വന്ന മലഞ്ചെരിവ് എവിടെയാണ്? ആളുകൾ ആക്രമിക്കാൻ വേണ്ടി അവർ ഇറങ്ങി വന്നിരുന്നു. ആ മലഞ്ചെരിവ് എവിടെയായിരുന്നു? അതുമായി ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗവേഷണങ്ങൾ പണ്ഡിതന്മാർക്കിടയിലുണ്ട്. ചില ആളുകൾ പറയുന്നത് കൊക്കേഷ്യയിലെ ദാരിയാൽ ചുരമാണ്, അവിടേക്കാണ് യഅ്ജൂജ് മഅ്ജൂജ്
ഇറങ്ങി വന്നത്. അവിടെയുള്ള ഇരുമ്പ് മലയാണ് ഖുർആൻ പരാമർശിച്ചിട്ടുള്ള ആ മല എന്ന് അഭിപ്രായപ്പെട്ട ആളുകളുണ്ട്. ആ പ്രദേശത്ത് അവിടേക്ക് ചുറ്റിക്കറങ്ങി നടന്നിരുന്ന സൈറസ് രാജാവുണ്ടായിരുന്നു. ആ സൈറസ് രാജാവാണ് ദുൽഖർനൈൻ എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. അതൊരു അഭിപ്രായമാണ്, ഒരുപാട് അഭിപ്രായങ്ങളുടെ കൂട്ടത്തിൽ ഒരു അഭിപ്രായം എന്നേ അത്തരം അഭിപ്രായങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറം ഇസ്ലാമിക പ്രമാണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് യജൂജ് മഅജൂജിനെ മനസ്സിലാക്കണം. ഖുർആനിലും ഹദീസിലും എന്താണോ വിശദീകരിച്ചിട്ടുള്ളത് ആ ചരിത്രവും അവർ വരാനിരിക്കുന്ന സംഭവവും ഖുർആനിലും ഹദീസിലും പറഞ്ഞ പരിധിയിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കുക എന്ന ബാധ്യത മാത്രമേ നമുക്കുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള ഗവേഷണം നടത്തുന്നതിന് തടസ്സമൊന്നുമില്ല. പക്ഷേ അത്തരം ഗവേഷണങ്ങളിലൂടെ പോകുമ്പോൾ പല അഭിപ്രായങ്ങളും വരും. ആ അഭിപ്രായങ്ങളിൽ ഒന്ന് മാത്രമാണ് ശരി എന്ന് ശാഠ്യം പിടിക്കുന്നതിലൊന്നും ഒരർത്ഥവുമില്ല. ഏതായാലും സഹോദരങ്ങളെ, യജൂജ് മഅജൂജ് ആ മതിൽക്കെട്ടിന് തുരങ്കമുണ്ടാക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് അസ്വസ്ഥനായി ബേജാറായി കടന്നു വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് വൈലുൽ ലിൽ അറബി മിൻ ശർരിൻ ഖദ് ഖതറബ് ഫുതിഹൽ യൗമ മിൻ റദ്മി യജൂജ വമഅജൂജ മിസ്ലു ഖാദി. അല്ലാഹുവല്ലാതെ മറ്റാരാധ്യനില്ല, ഒരു ശക്തിയുമില്ല, ആരാധനയ്ക്ക് അർഹനായി അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല എന്ന് പറഞ്ഞതിന് ശേഷം റസൂലുള്ളാഹ് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയോട് പറയാണ്, അറബികൾക്ക് മനുഷ്യർക്ക് വലിയൊരു ഉപദ്രവം വരാൻ പോവുകയാണ്, വലിയൊരു ശർറ് വരാൻ പോവുകയാണ്. അതായത് യജൂജ് മഅജൂജ് ആ മതിൽക്കെട്ടിന് തുരങ്കമുണ്ടാക്കിയിരിക്കുന്നു. ആ തുരങ്കം ഇതുപോലെ ആയിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ ആംഗ്യം കാണിച്ചു. അതായത് റസൂലുള്ളാഹിന്റെ തള്ളവിരലും അതിനോട് ചേർന്ന് നിൽക്കുന്ന വിരലും ഇതുപോലെ അടുപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, യജൂജ് മഅജൂജ് ആ തുരങ്കത്തിന് ഇതുപോലെ ദ്വാരമുണ്ടാക്കിയിരിക്കുന്നു. ഇതാ ആ വലിയ ഫിത്ന സംഭവിക്കാൻ പോവുകയാണ്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് യജൂജ് മഅജൂജ് തുരങ്കത്തിന് അത്ര ദ്വാരമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 1400 കൊല്ലങ്ങൾക്ക് ഇപ്പുറം ആ ദ്വാരത്തിന് എത്രമാത്രം വർധനവുണ്ടായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് സഹോദരങ്ങളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രവാചകൻ ഇത് പറയുമ്പോ സൈനബ് ബിൻതു ജഹ്ഷ് റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, സൈനബ് റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ ദൂതരെ, അനുഹ്ലികു വഫീന സ്വാലിഹൂൻ, ഞങ്ങൾ നശിപ്പിക്കപ്പെടുമോ ഞങ്ങളിൽ സജ്ജനങ്ങൾ ഉണ്ടായിരിക്കെ? നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സത്യവിശ്വാസികൾ, സുഹൃതവാന്മാരായ ആളുകൾ ഒരുപാട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടല്ലോ. ആ അവസ്ഥയിൽ ഞങ്ങൾ നശിപ്പിക്കപ്പെടുമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം ഇദാ കസുറൽ ഖബ്ഹു, ഇദാ കസുറൽ ഖബ്ഹു, അതേ മ്ലേച്ഛത വർദ്ധിച്ചു കഴിഞ്ഞാൽ, അധർമ്മങ്ങൾ കൂടിക്കഴിഞ്ഞാൽ, അധർമ്മത്തെ ന്യായീകരിക്കുന്ന അവസ്ഥാവിശേഷങ്ങൾ, അതിന് താത്വികമായിട്ടുള്ള അടിത്തറ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥാവിശേഷങ്ങളൊക്കെ ഇന്ന് നമ്മൾ സമൂഹത്തിൽ കാണുകയാണ്. ലൈംഗിക ഉദാരവാദവും അതുപോലെ തന്നെ ജെൻഡർ ന്യൂട്രാലിറ്റിയുമൊക്കെ നമ്മുടെ വിദ്യാലയങ്ങളിലടക്കം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ കാലത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അധർമ്മത്തിന് താത്വികമായ അടിത്തറയുണ്ടാക്കുന്ന കാലം എന്ന് പറയുന്നത്. ഇദാ കസുറൽ ഖബ്തു, മ്ലേച്ഛത വർദ്ധിച്ചു കഴിഞ്ഞാൽ, മ്ലേച്ഛത ആളുകൾ ന്യായീകരിക്കുന്ന അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അതായത് നിങ്ങൾ നടുറോട്ടിലൂടെ നടന്നു പോകുമ്പോ അവിടെയും വ്യഭിചാരികളെ കാണുകയാണ്. അപ്പൊ അവിടെ അല്പം ഈമാനുള്ള മനുഷ്യൻ, അന്ന് ഈമാനുള്ള മനുഷ്യൻ പറയുന്നത് എന്താ, നിങ്ങൾക്ക് ഇവിടെ നിന്നും മാറിന്നുകൂടെ, നിങ്ങൾക്കിത് ചെയ്യാതിരുന്നുകൂടെ എന്ന് അയാൾ പോലും പറയുന്നില്ല. അല്പം ഈമാനാണ് അയാളുടെ ഹൃദയത്തിലുള്ളത്. അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ഈമാനുള്ള മനുഷ്യനാണ്. അയാൾ പറയുന്നത് എന്താ, നിങ്ങൾക്കിത് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് മാറുന്നു കൂടെ എന്നാ ചോദിക്കുന്നത്. ഇതുപോലെ ലജ്ജയില്ലാത്ത രീതിയിൽ മ്ലേച്ഛത സമൂഹത്തിൽ വർദ്ധിക്കുന്ന കാലം വരും.
ആ കാലഘട്ടത്തിലാണ് ഇതുപോലെ ഫിത്നകളൊക്കെ ആഗതമാവുന്നത്. സഹോദരങ്ങളെ മനസ്സിലാക്കണം, അറിയണം. ദുൽഖർനൈൻ കെട്ടിയുണ്ടാക്കിയ മതിലിന് തുരങ്കമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ എല്ലാ ദിവസവും യജൂജ് മഅജൂജ് സംഘം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരിൽ ചില ആളുകളെ അതിനുവേണ്ടി മാത്രം നിയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. കഥയല്ല, ഇമാം നസായി ഉദ്ധരിക്കുന്ന സഹീഹായ ഹദീസാണ്. എല്ലാ ദിവസവും അവർ ഈ പണി ചെയ്യും. സൂര്യാസ്തമയമായി കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? സൂര്യാസ്തമയമായി കഴിഞ്ഞാൽ അവരുടെ നേതാവ് പറയും, ഇന്നത്തേക്ക് മതിയാക്കിയിരിക്കുന്നു, ഇനി നമുക്ക് നാളെയാവാം. നാളെയും വന്നുകൊണ്ട് തുടരുകയാണ് ഈ പണി. ഇതാണ് ലോകം, ഇതാണ് ലോകം. അന്ത്യദിനത്തിലേക്ക് എപ്രകാരമാണ് മനുഷ്യൻ അടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ ഹദീസുകളൊക്കെ വായിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അന്ത്യനാളിന്റെ വലിയ അടയാളങ്ങളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എണ്ണിയതും വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുള്ളതുമായ യജൂജ് മഅജൂജിന്റെ പുറപ്പാട് ഇതുവരെയും സംഭവിച്ചിട്ടില്ല. ലോകാവസാനത്തിലേക്ക് അടുക്കുമ്പോഴാണ് ഇത് സംഭവിക്കുക. ഈസാ നബി അലൈഹിസ്സലാം ഉള്ള കാലത്താണ് ഇത് സംഭവിക്കുക. ഈസാ നബി അലൈഹിസ്സലാം മസീഹുദ് ദജ്ജാലിനെ വധിച്ചതിന് ശേഷമാണത് സംഭവിക്കുക. മസീഹുദ് ദജ്ജാലിനെ വധിക്കുന്നതോടുകൂടി എല്ലാ ഫിത്നകളും അവസാനിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കരുത്. അതിനുശേഷമാണ് യജൂജ് മഅജൂജിന്റെ ഫിത്നകൾ ആരംഭിക്കുന്നത്. ആ യജൂജ് മഅജൂജിന്റെ സംഖ്യ വലുതായിരിക്കും. അവര് വന്നതിന് ശേഷം മനുഷ്യർക്കിടയിൽ ധാരാളം കുഴപ്പങ്ങളും അക്രമങ്ങളും ഉണ്ടാകുന്നതാണ്. ധാരാളം കുഴപ്പങ്ങൾ, അക്രമങ്ങൾ. ഇനി ഞാൻ ചില ഹദീസുകളൊക്കെ അതിന്റെ പരിഭാഷ മാത്രമേ പറയുന്നുള്ളൂ, കാരണം അതല്ലെങ്കിൽ സമയം കൂടി പോവും. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈസാ നബിയോടൊപ്പം ആളുകൾ കഴിഞ്ഞുകൂടുന്നതിനിടയിൽ അല്ലാഹു ഈസാ നബി അലൈഹിസ്സലാമയ്ക്ക് ദിവ്യബോധനം നൽകും. പ്രത്യേകമായിട്ടുള്ള അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള അറിവ് നൽകും. എന്താണ് ഈസാ നബി അലൈഹിസ്സലാമയ്ക്ക് നൽകുന്ന അറിവ്? എന്റെ ചില അടിമകളെ എന്ന് പറഞ്ഞാൽ യജൂജ് മഅജൂജുകളെ ഞാൻ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. ഈസാ, യജൂജ് മഅജൂജുകൾ പുറത്തു വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇത് ദജ്ജാലിനെ പരാജയപ്പെടുത്തിയതുപോലെ നിങ്ങൾക്ക് പരാജയപ്പെടുത്താൻ കഴിയില്ല, നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഒരു യുദ്ധത്തിൽ നിങ്ങൾക്ക് അവരെ തോൽപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ അടിമകളായ ആളുകളെയും കൊണ്ട് ഇന്നാലിന്ന പർവ്വതത്തിലേക്ക് പോവുക, തൂറിലേക്ക് പോവുക എന്നാണ്. തൂർ, ഇന്നാലിന്ന പർവ്വതം എന്ന വിശദീകരണം. തൂരി സീനാ മലയാണെന്ന് പറഞ്ഞ ആളുകളുമുണ്ട്. നമുക്ക് ഇന്നാലിന്ന പർവ്വതം എന്ന് മനസ്സിലാക്കാം. എന്റെ അടിമകളെ കൊണ്ട് നിങ്ങൾ ഇന്നാലിന്ന പർവ്വതത്തിലേക്ക് പോവണം. സഹോദരങ്ങളെ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണിത്. അങ്ങനെ യജൂജിനെയും മഅജൂജിനെയും അല്ലാഹു അയക്കും. ഈസാ നബി അലൈഹിസ്സലാം മനുഷ്യരെ കൊണ്ട് അല്ലാഹു പറഞ്ഞ ആ പർവ്വതത്തിലേക്ക് നീങ്ങിയ സന്ദർഭത്തിൽ യജൂജ് മഅജൂജിനെ അല്ലാഹു അയക്കും. അവരെ എല്ലാ കുന്നുകളിൽ കൂടിയും കടന്നു വരും. അവരിൽ ആദ്യ നിര ധാരാളം വെള്ളമുള്ള തൊബരിയ തടാകത്തിന് അരികിലൂടെ നടന്നു പോകും. അവരിൽ ആദ്യ നിര തടാകത്തിലൂടെ, അതിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോഴേക്ക് അവരാ തടാകത്തിലെ വെള്ളം മുഴുവൻ കുടിച്ചു തീർക്കുമെന്നാണ്. അത്രയ്ക്കും ശക്തന്മാരാണ്, മല്ലന്മാരാണ് അവർ. ആ തടാകത്തിലെ വെള്ളം മുഴുവൻ കുടിച്ചു തീർക്കും. അവരിലെ അവസാന നിര അതിനരികിലൂടെ നടന്നു പോകുമ്പോൾ പറയും, ഈ തടാകത്തിൽ ഒരു കാലത്ത് വെള്ളമുണ്ടായിരുന്നു, ഇന്ന് ഈ തടാകത്തിലെ വെള്ളമെല്ലാം വറ്റിപ്പോയിരിക്കുന്നു. അള്ളാഹുവിന്റെ നബിയായ ഈസാ പ്രവാചകൻ അലൈഹിസ്സലാം ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകനായിരുന്ന, പിന്നെയും അല്ലാഹു തആല രണ്ടാമതും നിയോഗിച്ചിട്ടുള്ള പ്രവാചകനായിട്ടല്ല നമുക്കറിയാം, മറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിനെ പിന്തുടരാനും അത് നടപ്പിലാക്കാനും ഇമാം മഹ്ദിയോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഈസാ നബി അലൈഹിസ്സലാം, ആ ഈസാ നബിയും അനുയായികളും പർവ്വതത്തിൽ തടയപ്പെടും എന്നുള്ളതാണ്. ഈസാ നബിയും അനുയായികളും പർവ്വതത്തിൽ തടയപ്പെടും. സഹോദരങ്ങളെ, ഇമാം മുസ്ലിം വിശദീകരിക്കുന്ന പ്രവാചക വചനമാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു പ്രവാചക വചനത്തിൽ കാണാം, അവര് ധാരാളം വൃക്ഷങ്ങളുള്ള ഒരു പർവ്വതത്തിലേക്ക്, അത് ബൈത്തുൽ മഖ്ദിസിനടുത്തുള്ള പർവ്വതമാണ്, അവര് ധാരാളം വൃക്ഷങ്ങളുള്ള ഒരു പർവ്വതത്തിലേക്ക്, ബൈത്തുൽ മഖ്ദിസിനടുത്തുള്ള ഒരു പർവ്വതത്തിലേക്ക് കടന്നു വന്നിട്ട് പറയും, അതായത് യജൂജ് മഅജൂജ് ബൈത്തുൽ മഖ്ദിസിനടുത്തുള്ള ഒരു പർവ്വതത്തിലേക്ക് കടന്നു വന്നിട്ട് പറയും, ഭൂമിയിലുള്ളവരെ മുഴുവൻ നമ്മൾ നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു.
കാരണം ഇവരുടെ ലക്ഷ്യം, ഇവരുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ സംഹാരമാണ്, എല്ലാവരെയും നശിപ്പിക്കുക. അവരെ പറയാൻ ഈസാ നബി അലൈഹിസ്സലാമയും അതുപോലെ തന്നെ മനുഷ്യരും മലയിടുക്കുകളിലാണ്. അത് ഒരു മലയിലാവാം, അതല്ലെങ്കിൽ ലോകത്തെ വ്യത്യസ്ത മലയിടുക്കുകളിൽ അല്ലാഹു തആല ഭദ്രമായിട്ട് അവരെ സംരക്ഷിക്കലാവാം. അല്ലാഹു അഅലം. എന്താണ് അതുകൊണ്ട് ഏത് രീതിയിലാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഹദീസുകളിൽ പറഞ്ഞത് അതുപോലെ മനസ്സിലാക്കുക എന്നതിനപ്പുറത്ത് നമുക്കൊന്നും പറയാൻ സാധ്യമല്ല. പറയാണ് ജൂജ് പറയാണ്, അവര് മനസ്സിലാക്കുന്നത് ആരുമില്ല, എല്ലാവരെയും നമ്മൾ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു എന്നൊരു ആത്മനിർവൃതി കൈകൊള്ളുകയാണ്. അതുകൊണ്ട് ഭൂമിയിലുള്ളവരെ എല്ലാവരെയും നശിപ്പിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് ആകാശത്തുള്ളവരെ നശിപ്പിക്കാൻ തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് ആകാശത്തിലേക്ക് അവർ അമ്പെയ്യുമെന്നാണ്. അവരുടെ അമ്പ് അവരാകാശത്തേക്ക് തൊടുത്തുവിടുന്നു. ഫയറുദ്ദുല്ലാഹു അലൈഹിം നുശാബഹും മഖദൂബതൻ ദമാ. രക്തഭംഗിലമായ അവസ്ഥയിൽ അമ്പ് ആകാശത്തിൽ നിന്ന് തിരിച്ചു വരുന്നു. രക്തഭംഗിലമായ അവസ്ഥയിൽ അമ്പ് ആകാശത്തിൽ നിന്ന് തിരിച്ചു വരുന്നു. ആകാശത്തുള്ളവരെ കൊല്ലാനും ആക്രമിക്കാനുമാണ് അവരമ്പെയ്യത്. അവരമ്പെയ്തത് അതിനാണ്. പക്ഷേ അല്ലാഹു തആല തന്ത്രം പ്രയോഗിക്കുകയാണ്. ഫമഹ്യലിൽ കാഫിരീന അംഹിൽഹും റുവൈദ. അള്ളാഹു പറയുന്നുണ്ടല്ലോ, അവര് തന്ത്രം പ്രയോഗിക്കുന്നു, പക്ഷേ നമ്മളും തന്ത്രം പ്രയോഗിക്കുന്നുണ്ട്. അള്ളാഹു പറയുന്നുണ്ട് വിവിധ വചനങ്ങളിൽ ഖുർആനിൽ. അല്ലാഹു തന്ത്രം പ്രയോഗിക്കുകയാണ്. അവരാരെയും ആക്രമിച്ചിട്ടില്ല, ആർക്കും പരിക്കേൽപ്പിച്ചിട്ടില്ല, ആരെയും കൊന്നുകളഞ്ഞിട്ടില്ല. പക്ഷെ അവര് പറ്റിക്കപ്പെട്ടിരിക്കുന്നു, അവരെന്തോ ചെയ്തിരിക്കുന്നു, ആകാശത്തുള്ളവരെ അടക്കം അവർ ആക്രമിച്ചിരിക്കുന്നു എന്നവരെ തെറ്റിദ്ധരിച്ചു പോയിരിക്കുകയാണ്. കാരണം അവരുടെ ആകാശത്തേക്ക് അവരെ തൊടുത്തുവിട്ട അമ്പുകൾ, അമ്പെന്ന് പറഞ്ഞാൽ എന്തമ്പാണ്? അതൊരു ആയുധമാവാം, ആധുനികമായ ആയുധം ആവാം, അതല്ലെങ്കിൽ പഴയ കാലത്ത് തുരങ്കത്തിൽ തടയപ്പെട്ട ആളുകളാണല്ലോ, അതുകൊണ്ട് പഴയ ആയുധങ്ങൾ, അത് അമ്പുകൾ തന്നെയാവാം. അല്ലാഹു അഅലം. ഏതായാലും അമ്പുകൾ തിരിച്ചു വരുന്നത് രക്തഭംഗിലമായ അവസ്ഥയിലായിരിക്കും. ഈസാ നബി അലൈഹിസ്സലാമയും വിശ്വാസികളും യാതൊരു നിവൃത്തിയുമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പടച്ചവനോട് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയൂ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാനായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിക്കും. സഹോദരങ്ങളെ, അതാണ് ഈ ജൂജിന്റെ ഷർ എന്ന് പറയുന്നത്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന വേറൊരു ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ നബിയായ ഈസാ നബി അലൈഹിസ്സലാമയും അനുയായികളും പർവ്വതത്തിൽ തടയപ്പെടും. എത്രത്തോളം എന്ന് വെച്ചാൽ, ഒരു കാളയുടെ തല അവരിൽ ഒരാൾക്ക്, ഇന്ന് നിങ്ങളിൽ ഒരാൾക്ക് 100 ദീനാറിനേക്കാൾ വിലയുള്ളതായിരിക്കും. എന്ന് നിങ്ങളിൽ ഒരാൾക്ക് 100 ദീനാറിനേക്കാൾ വില ഒരു കാളയുടെ തലയ്ക്ക് അവർക്കുണ്ടാവും. കാരണം അത്രമാത്രം ക്ഷാമം അവരെ നേരിടുകയാണ്, ഭക്ഷ്യക്ഷാമം അവരെ നേരിടുകയാണ്. അവർക്ക് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വന്നുകൊണ്ട് ധൈര്യസമേതം ജോലിയെടുക്കാനും കൃഷി ചെയ്യാനും ഒന്നിനും കഴിയുന്നില്ല. അവരെ തടയപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടൊരു കാളയുടെ തല കിട്ടിയാൽ പോലും അത് 100 ദീനാറിനേക്കാൾ, ഇന്ന് നിങ്ങളുടെ അടുക്കൽ 100 ദീനാറിന് എത്രമാത്രം വിലയുണ്ടോ അതിനേക്കാൾ വിലയുള്ളതായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അന്ന് സ്വഹാബിമാരെ ഓർമ്മിപ്പിക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം അന്ന് വിശ്വാസി സമൂഹവും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ ഫലമായി, ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുന്നതിന്റെ ഫലമായി ഒരുതരം കീടങ്ങളെ ജൂജിലേക്ക് അല്ലാഹു അയക്കും. അല്ലാഹുക്ക് മാത്രമേ അവരെ നശിപ്പിക്കാൻ കഴിയൂ. ഒരുതരം കീടങ്ങളെ ജൂജിലേക്ക് അല്ലാഹു തആല അയക്കും. സഹോദരങ്ങളെ, ഇതും ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഒരുതരം കീടങ്ങളെ അയക്കും. അങ്ങനെ ആ കീടങ്ങളുടെ ബാധയേറ്റുകൊണ്ട്, കീടങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഈ മനുഷ്യനെ അക്രമികളായ പലരെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുണ്ടല്ലോ. പക്ഷെ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, ഒരു ഘട്ടത്തിൽ കൊറോണ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസിന് എന്തെല്ലാം ചെയ്യാൻ കഴിഞ്ഞു. അല്ലാഹു തആല ഒരു കീടം പലപ്പോഴും കൊതുകിനൊക്കെ ഉദാഹരിച്ചിട്ടുണ്ട് ഖുർആനിൽ. ഇപ്പോൾ ശത്രുക്കൾ പറയും, ഇസ്ലാമിന്റെ വിരോധികൾ പറയും, ഈ കൊതുകിനൊക്കെയാണ് മുഹമ്മദിന്റെ ഗ്രന്ഥത്തിൽ ഉദാഹരിച്ചിരിക്കുന്നത്. സഹോദരങ്ങളെ, കൊതുകിനല്ല, ഏറ്റവും ചെറിയ കീടത്തിന് പോലും മനുഷ്യനെ സംഹരിക്കാൻ കഴിയുമെന്നാണ് കൊറോണക്കാലം നമ്മോട് പറഞ്ഞത്.
ഒരു കീടത്തെയാണ് യജൂജ് മഅജൂജിനെ നശിപ്പിക്കാൻ. കാലികളുടെയൊക്കെ ശരീരത്തിലുണ്ടാവുന്ന ഒരു കീടം പോലെയുള്ള കീടമാണെന്ന് ചില ഹദീസ് വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നുണ്ട്. ഒരു കീടത്തെ അല്ലാഹു തആല അയക്കും. ആ കീടം അവരുടെ ശരീരത്തിലേൽക്കുകയും ആ ശരീരങ്ങൾ മുഴുവൻ ഭൂമിയിൽ കൊല്ലപ്പെട്ട് വിടുകയും ചെയ്യും. ഒരു ശരീരം എപ്രകാരമാണോ മരിച്ചു വീഴുന്നത്, അതുപോലെ ഒരേ സമയം ഒരേ അവസ്ഥയിൽ യജൂജ് മഅജൂജിന്റെ എല്ലാ ശരീരങ്ങളും ഭൂമിയിൽ പതിക്കുമെന്നാണ്, ഭൂമിയിൽ മരിച്ചു വീഴുമെന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, വീണ്ടും ഒരു ഉപദ്രവം. ഇവരെല്ലാവരും ഒരേ സമയം ഭൂമിയിൽ മരിച്ചു വീഴുമ്പോ പിന്നീട് ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ് ഇവരുടെ മയ്യത്തുകളാൽ ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഈസാ നബി അലൈഹിസ്സലാമയ്ക്കും അനുയായികൾക്കും എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ചുകൊണ്ട് അവരിങ്ങനെ പ്രയാസപ്പെടുമ്പോഴാണ് അള്ളാഹുവിനോട് അവർ വീണ്ടും പ്രാർത്ഥിക്കുന്നത്. റബ്ബിനോട് പ്രാർത്ഥിക്കുക തന്നെ, വേറൊരു വഴിയുമില്ല. റബ്ബിനോട് പ്രാർത്ഥിക്കും. റബ്ബിനോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അല്ലാഹു തആല ഒട്ടകത്തിന്റെ തലയ്ക്ക് സമാനമായ തലയുള്ള ഒരു തരം പക്ഷികളെ അയക്കുമെന്നാണ്. ഒട്ടകത്തിന്റെ തലയ്ക്ക് സമാനമായ തലയുള്ള ഒരു തരം പക്ഷികളെ അയക്കുമെന്നാണ്. ആ പക്ഷികൾ യജൂജ് മഅജൂജിന്റെ ചീഞ്ഞളിഞ്ഞ മൃതദേഹങ്ങൾ, അതിന്റെ ദുർഗന്ധം കൊണ്ട് ഭൂമിയിലൂടെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ പക്ഷികൾ ഈ മൃതദേഹങ്ങളെ അല്ലാഹു ഉദ്ദേശിക്കുന്ന ഒരിടത്തേക്ക് നീക്കും. ഹദീസിൽ പറഞ്ഞതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നതാണ്. അങ്ങനെയാണ് ഭൂമിയെ വൃത്തിയുള്ളതാക്കുന്നത്. അങ്ങനെ ഭൂമിയെ മിനുസവും തിളക്കവുമുള്ള പ്രതലമാക്കി, ജീവിക്കാൻ പറ്റുന്ന പ്രതലമാക്കി വീണ്ടും അല്ലാഹു മാറ്റും. ഫയഗ്സിലുൽ അർള ഹത്താ യത്റുകുഹാ കസ്സുൽഫ. അങ്ങനെയാണ് ഹദീസ് അവസാനിക്കുന്നത്. ഭൂമി മിനുസമുള്ളതായി മാറുന്നത് വരെ ഭൂമി അല്ലാഹു തആല കഴുകി വൃത്തിയാക്കും. ഒരു നല്ല മഴ മുഖേന ഭൂമി വൃത്തിയാവുന്നത് പോലെ അവർക്ക് ജീവിക്കാൻ യോഗ്യമായ രൂപത്തിൽ അല്ലാഹു വൃത്തിയാക്കി കൊടുക്കും. ഒരു നല്ല മഴയും വർഷിക്കും. ആ നല്ല മഴ കൂടി വർഷിച്ചു കഴിഞ്ഞാൽ ആ ഭൂമി മിനുസമുള്ള പ്രതലമായി അവർക്ക് ജീവിക്കാൻ പറ്റുന്ന പ്രദേശമായിട്ട് മാറുകയാണ്. സഹോദരങ്ങളെ, അങ്ങനെ യജൂജ് മഅജൂജിന്റെ പതനവും ഉണ്ടാവും. യജൂജ് മഅജൂജിന്റെ പതനശേഷമാണ് ഭൂമിയിൽ സമ്പൂർണമായ സമൃദ്ധി ഉണ്ടാവുക. ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാമയുടെ പുനരാഗമനവും ഇമാം മഹദിയുടെ ആഗമനവും ഒക്കെ പറഞ്ഞപ്പോ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന സമൃദ്ധിയെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ആ സമൃദ്ധി സംഭവിക്കുന്നത് യജൂജ് മഅജൂജിന്റെ പതനശേഷമാണ്. അത് വളരെ കൃത്യമായി അതിന്റെ തുടർച്ചയിൽ തന്നെ ഹദീസുകളിൽ വിശദീകരിച്ചിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഈസാ നബിയുടെയും ഇമാം മഹദിയുടെയും കാലത്താണ് അത് സംഭവിക്കുന്നത്. ഭൂമി അതിന്റെ സസ്യങ്ങൾ ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ആ സമൃദ്ധി. നമ്മൾ പറഞ്ഞില്ലേ, ഒരാടിനെ കറന്നാൽ ഒരു നേരം ഒരു കുടുംബത്തിനത് മതിയാകും, ഒരൊട്ടകത്തെ കറന്നാൽ ഒരു ഗോത്രത്തിന് മതിയാകും എന്നല്ല ലോകത്ത് തുല്യതയില്ലാത്ത ശാന്തിയും സമാധാനവും നിലനിൽക്കുന്ന കാലം. അതായത് ഹിംസ്ര ജന്തുക്കൾ പോലും വളരെ ശാന്തമായിട്ട് ഇടപഴകുന്ന കാലം, വനാന്തരങ്ങളിൽ പോലും ശാന്തതയുണ്ടാവുന്ന കാലം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ കാലത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. ആ കാലം സംഭവിക്കുന്നത് യജൂജ് മഅജൂജിന്റെ പതനശേഷമാണ്. പക്ഷേ അപ്പോഴും ആ കാലഘട്ടത്തിലും ഈസാ നബി അലൈഹിസ്സലാമയും ഇമാം മഹദിയും ജീവിച്ചിരിക്കുന്നുണ്ടാവും എന്നാണ് ഹദീസുകളിൽ നിന്ന് പൊതുവേ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. സഹോദരങ്ങളെ, ഇപ്പൊ പശ്ചിമേഷ്യയിൽ വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ മാത്രമല്ല, യുക്രൈൻ, റഷ്യ, ഈ രാജ്യങ്ങൾക്കിടയിലും വലിയ യുദ്ധമാണ്. ഇതെങ്ങോട്ടാ പോകുന്നത്? ലോകത്തിന്റെ ദിശ എങ്ങനെ മനസ്സിലാക്കണം? രാവിലെ പത്രം എടുത്ത് വായിച്ച് അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ മാത്രം ലോകത്തെ മനസ്സിലാക്കുന്ന രീതി ആവരുത് വിശ്വാസിക്ക്. ഖുർആനിലൂടെ, ഹദീസിലൂടെ ലോകത്തെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ചരിത്രം മാത്രമല്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ഖുർആനും പറഞ്ഞത്, ഖുർആനും ഹദീസും ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചരിത്രത്തിന്റെയും അതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞ ഹദീസുകളുടെയും വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ലോകത്തെ മനസ്സിലാക്കാൻ സാധിക്കണം. ചില ഹദീസുകളുടെയൊക്കെ പ്രയോഗം നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, വലാ തദഉൽ ഹർബു ഔസാറഹാ ഹത്താ യഖ്റുജ യഅജൂജ വമഅജൂജ്.
വലാ തലഉൽ ഹർബു ഔസാറഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, യുദ്ധം അതിന്റെ ഭാരം ഇറക്കി വെക്കുകയില്ല, യുദ്ധം അതിന്റെ ഭാരം ഇറക്കി വെക്കുകയില്ല. ഹത്താ യഖ്റുജ യഅജൂജ വമഅജൂജ്, യഅജൂജും മഅജൂജും ആഗതമാവുന്നത് വരെ. ലോകത്ത് ഈ യുദ്ധം എങ്ങനെ ശക്തിപ്പെട്ട് അത് ലോക മഹായുദ്ധമായിട്ട് മാറുന്ന ഒരു അവസ്ഥയേക്കുൾ വരാതിരിക്കട്ടെ, നമ്മളതൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ചില ഹദീസുകളൊക്കെ വായിക്കുമ്പോൾ ചില കാര്യങ്ങളിലേക്കൊക്കെയുള്ള വെളിച്ചം നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, യുദ്ധം അതിന്റെ ഭാരങ്ങൾ ഇറക്കി വെക്കുകയില്ല യഅജൂജും മഅജൂജും പുറപ്പെടുന്നത് വരെ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന ഈ യുദ്ധം അത് ശക്തിപ്പെട്ടത് വലിയൊരു ഫിത്തനയായി മാറി. അങ്ങനെ അത് കാലാന്തരത്തിൽ യഅജൂജ് മഅജൂജിന്റെ ഒരു വരവിലേക്ക്, പ്രതീകാത്മകമായിട്ടുള്ള ഏറ്റവും വലിയ ഭൗതികമായ സംഹരിക്കലാണ് യഅജൂജ് മഅജൂജ് എന്ന് പറഞ്ഞാൽ. സംഹരിക്കുകയാണവർ, എല്ലാറ്റിനെയും നശിപ്പിക്കുകയാണവർ. ആ ഒരു അർത്ഥത്തിലേക്ക് ലോകം നീളുകയാണോ, ലോകം വികസിക്കുകയാണോ? അവിടെയാണ്. വെറുതെ ഞാനിങ്ങനെ ഈ ഖിയാമത്ത് അടയാളങ്ങൾ ഇങ്ങനെ ഏതോ ഒരു തലത്തിൽ നിന്നുകൊണ്ട് അങ്ങനെ പറയല്ല. ഇത് കാലത്തെ വിലയിരുത്താൻ കൂടി നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്. ഈ ഹദീസിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് നമുക്ക് കുറെ വെളിച്ചം ലഭിക്കേണ്ടതുണ്ട്. ലോകത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ പലസ്തീൻ സംസാരിച്ചു. പലസ്തീനിൽ 2000 ആളുകളും 3000 ആളുകളും ഒക്കെ കൊല്ലപ്പെട്ട ഘട്ടത്തിൽ നമ്മൾ നല്ല പ്രസംഗം നടത്തി. പക്ഷേ ഇന്ന് 1,00,000-ഓളം ആളുകൾ അവിടെ രക്തസാക്ഷിയായി കഴിഞ്ഞു. അതാണ് യുദ്ധത്തിന്റെ അവസ്ഥ. നിൽക്കുന്നില്ല. അത് നിൽക്കാൻ പദ്ധതിയില്ലാത്തതുപോലെ അതിങ്ങനെ നീണ്ടുപോകുന്നു. അതൊരു ഫിത്നയായി പരിണമിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, സഹോദരിമാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ പലതും സംഭവിക്കും. യഅജൂജ് മഅജൂജ് വരുമ്പോ ലയുഹജ്ജന്നൽ ബൈതു വലയുഅ്തമറന്ന ബഅദ ഖുറൂജി യഅജൂജ് വമഅജൂജ്. യുദ്ധം ശക്തമായി നിലനിൽക്കുന്ന കാലത്തായിരിക്കും യഅജൂജ് മഅജൂജിന്റെ ആഗമനം. പക്ഷേ ആ കാലഘട്ടത്തിലും ഹജ്ജും ഉംറയും നിർവഹിക്കപ്പെടും. അവിടെയും മനസ്സിലാക്കണം, ആ കാലഘട്ടത്തിലും ഹജ്ജും ഉംറയും നിർവഹിക്കപ്പെടും എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിശദീകരിച്ചിരിക്കുകയാണ്. സഹോദരങ്ങളെ, അന്ത്യദിനത്തിന്റെ അടയാളങ്ങൾ പഠിക്കുക, അത് തലമുറകളെ പഠിപ്പിക്കുക. ഫിത്നകൾ ശക്തമാവുന്ന കാലത്ത് നമ്മൾ ജീവിച്ചാൽ, അതല്ലെങ്കിൽ നമ്മുടെ മക്കളോ പേരമക്കളോ ജീവിച്ചാൽ, ആ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധ്യമാവണം. ഫിത്നകൾ ശക്തിപ്പെടുന്നതിന്റെ സൂചനകൾ നമ്മൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അത് ചെറിയ സമൂഹങ്ങൾ എടുത്തു നോക്കിയാലും, അത് പ്രാദേശികമായി എടുത്തു നോക്കിയാലും, അന്തർദേശീയമായി എടുത്തു നോക്കിയാലും ഫിത്നകൾ ലോകത്ത് ശക്തിപ്പെടുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യങ്ങളെല്ലാം തന്നെ ഖുർആന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ഫിത്നകളുടെ കാലത്ത് ആ ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശരിയായ നിലപാട് സ്വീകരിക്കാൻ അന്ന് ജീവിക്കുന്നവർക്ക് സാധ്യമാവട്ടെ. റബ്ബ് തആല തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഊസീകും വഇയ്യായ താനിയം ബിതഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ,
ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല ഫലസ്തീൻ മക്കളെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹു തആല ഖുദ്സിന് സമ്പൂർണമായ മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല ഫലസ്തീനിലെ സഹോദരിമാർ, സ്ത്രീകൾ, അതുപോലെ തന്നെ അവിടുത്തെ കൊച്ചു കുഞ്ഞുങ്ങൾ എല്ലാവരെയും എല്ലാ അർത്ഥത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും എല്ലാ അർത്ഥത്തിലുള്ള പീഡനങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് ശരിയായിട്ടുള്ള ഒരു ജീവിതാവസ്ഥയിലേക്ക് നീങ്ങാൻ, സമാധാനപൂർണമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നീങ്ങാൻ റബ്ബ് തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല അവരിൽ നിന്ന് രക്തസാക്ഷികളായ ആളുകൾക്ക് ഷഹാദത്തിന്റെ ശരിയായ പ്രതിഫലവും സ്ഥാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല പശ്ചിമേഷ്യയിലെന്നല്ല ലോകത്ത് മുഴുക്കയും സമാധാനവും നിർഭയത്വവും നിലനിർത്തി തരുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ നീ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ നിന്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടിയിടമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നിന്റെ പ്രീതിയിലും നിന്റെ പൊരുത്തത്തിലുമാക്കി തീർക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി തരണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ വൃദ്ധരായിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളോട് നീ കരുണ കാണിക്കണമേ റബ്ബേ. അല്ലാഹുവേ, അവരെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അതുപോലെ തന്നെ എല്ലാവിധ അവശതകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, ഞങ്ങളിൽ മുതിർന്ന ആളുകൾക്ക് നൽകി നീ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളിൽ കൺകുളിർമ പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ സന്താനങ്ങളെ സജ്ജനങ്ങളാക്കി മാറ്റണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും നീ സ്വീകരിക്കണമേ റബ്ബേ. അല്ലാഹുവേ, കടങ്ങളിൽ നിന്ന്, സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും പടച്ചതമ്പുരാനെ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, ത്വലാഖ് ഫസ്ഖുകളിൽ നിന്ന് അല്ലാഹുവേ കുടുംബങ്ങളെ രക്ഷപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹവും സന്തോഷവും സമാധാനവും നീ നിലനിർത്തി കൊടുക്കണമേ തമ്പുരാനെ. അല്ലാഹ്, ഞങ്ങളുടെ എല്ലാ സദുദ്ദേശങ്ങളെയും നീ സഫലീകരിച്ച് തരണമേ നാഥ. അല്ലാഹുമ്മ അർദ അൻ നബി ബക്കർ വഉമർ വഉസ്മാൻ വഅലി വഅൻ ബഖിയത്തി സ്വഹാബത്തി വസ്വഹാബിയത്തി കുല്ലിഹിം അജ്മഈൻ. അല്ലാഹുമ്മ اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم انصر المسلمين المجاهدين في فلسطين. اللهم انصرهم في غزة. اللهم انصر المسلمين المجاهدين في كل مكان. اللهم اعز الإسلام والمسلمين. اللهم اذل الشرك والمشركين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم شتت شملهم وفرق جمعهم. اللهم مزقهم كل ممزق يا رب العالمين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار انها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك أنت رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين. الحمد لله رب العالمين.